മ്യൂസിക്, അയ്യോ മ്യൂസിക് നമ്മൾ എടുത്തു പറയണല്ലോ, നമ്മള് പിടിച്ചിരുത്തുന്ന മ്യൂസിക് അല്ലേ. മിഥുൻ മുകുന്ദൻ തകർത്ത് കളഞ്ഞു അങ്ങോട്ട്. ഏത് ലെവലിലേക്കാണ് കൊണ്ട് റോഷാക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മിഥുൻ പറഞ്ഞു പുള്ളി തന്നെയാണ് നമ്മുടെ പടം ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോ അപ്പോഴേ പകുതി കോൺഫിഡൻസ് ആയി കഴിഞ്ഞു. അങ്ങോട്ട് കയറ്റി തന്നില്ലേ, നമ്മളത് പോയാൽ മതി. പിന്നെ മിഥുൻ എല്ലാം അങ്ങോട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കുമല്ലോ, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് എനിക്ക് വേണ്ടത്. അത് കിട്ടുന്നത് വരെ അയാളെ കൊണ്ട് പിന്നെയും പിന്നെയും ജയിച്ചുകൊണ്ടിരിക്കും, വിടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും 2024 എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവും. സംശയമില്ല, ആ ഒരു ഭാഗ്യം, ആ ഭാഗ്യം ഇനിയും ഞാൻ ഇപ്പോഴും പറയുന്നത് ഇനിയും വേണം. ഇപ്പൊ പറഞ്ഞ 4 പ്രൊജക്ട് ഇപ്പൊ ഓക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഇഷ്ടമായി. വിജയുടെ പടത്തിൽ നിന്നാണ് തമിഴിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വിജയുടെ പടമെന്ന്. പിന്നെ സെൽവരാഘവൻ എന്ന് പറയുന്ന ധനുഷിന്റെ ബ്രദർ, അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത 7G റെയിൻബോ കോളനി എന്ന് പറഞ്ഞ ഭയങ്കര ഹിറ്റായിട്ടുള്ള പടം ഉണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാന കഥാപാത്രം ചെയ്യുന്നു. പിന്നെ തെലുങ്കില് ശങ്കർ രാംചരണ വെച്ച് ചെയ്യുന്ന പടം, വലിയ പ്രോജക്ട്. ഒരു സിനിമയുടെ കേരളത്തിൽ റിലീസാണ്, അത് കഴിഞ്ഞു. ഗുണ്ടൂർക്കാരൻ ഇന്നലെ റിലീസ് ചെയ്തു. 2 സിനിമ ഇവിടെ, 2 ഭാഷയിൽ ഇവിടെ സിനിമ ഉണ്ട്. ഈ പ്രസ് മീറ്റിൽ പറഞ്ഞ വിജയ് പറഞ്ഞ ഒരു കാര്യം, മമ്മൂക്ക ഉണ്ടോ എന്ന് ചോദിച്ച ഒരു സാധനം, അത് ഭയങ്കരമായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ല, പുള്ളിക്ക് അറിയില്ലായിരുന്നു എന്റെ സിനിമ എന്ന് പറഞ്ഞപ്പോ. ഇതൊക്കെ കണ്ടിരുന്നു, ഞാനിത് ആരോടും പറഞ്ഞിരുന്നില്ല മമ്മൂക്ക ഉള്ളത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റിലീസിന്റെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ചോദിച്ചു പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിലീസ് ആയിട്ടുള്ളൂ എന്നത്. അപ്പോഴാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞത് ഇതിനകത്തൊരു ഭയങ്കര ഇതുണ്ട്, മമ്മൂക്ക ഉണ്ട് പടത്തില്. പുള്ളി ചോദിച്ചു റിയലി മമ്മൂക്ക ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇന്നതാണ് ക്യാരക്ടർ, ഇന്നതാണ്. അയ്യോ എന്താ എനിക്കിത് കാണണമല്ലോ. മൂപ്പര് ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോ വിജയ് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ അടുത്ത കാലത്ത് കണ്ട കാതലിനെ കുറിച്ചും ഓരോ പുള്ളി വെറൈറ്റി ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ. അപ്പോ എനിക്ക് പടം പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മലയാള സിനിമ, തെലുങ്ക് സിനിമയിലൊക്കെ നമുക്ക് ഡേറ്റുകൾ കൂടുതലാണ് വരുന്നത്. അതും ജയറാമേട്ടൻ ഇവിടെ അഭിനയിക്കുമ്പോൾ അത് ഡേറ്റ് കൂടുതലാണ്. തെലുങ്ക്, തമിഴൊക്കെ ഡേറ്റുകൾ കൂടുതൽ വേണം നമുക്ക്. ഇപ്പൊ ജയറാമേട്ടൻ സൈഡ് സീനാണെങ്കിലും പക്ഷേ അത് കുറെ സമയമെടുത്തല്ലേ ചെയ്യുന്നത്. എല്ലാ മാസവും 5 ദിവസം ഇന്ന പടത്തിന്. അങ്ങനെയാണ്. അപ്പൊ കൃത്യമായിട്ട് അറിയാം 25-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ആ പടത്തിന് പിന്നെയും പോകണം, ഇതിനും ഇങ്ങനെ പോകണം, അതിനങ്ങനെ പോകണം കൃത്യമായിട്ട്. എനിക്ക് പിന്നെ വേറെ മാനേജർ ഒന്നുമില്ല, ഞാൻ തന്നെ. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഞാൻ തന്നെ. സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവും അല്ല. സോഷ്യൽ മീഡിയ ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആക്റ്റീവാണ്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ ആരാണ് മാനേജ് ചെയ്യണം? കണ്ണൻ. അപ്പൊ കണ്ണനാ മൊത്തം ഭാരം. കണ്ണനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ? എല്ലാം അപ്ഡേറ്റ് ആണ്, ജയറാമേട്ടന്റെ അപ്ഡേഷൻ ആണ് എന്ന കാര്യത്തിൽ പക്ഷേ ജയറാമേട്ടന് എപ്പോഴും ഇഷ്ടം എനിക്ക് ഒരു 1000 കൂടുന്ന 10,000 കൂടുന്ന അവിടേക്ക് ഇറങ്ങാനാണ് ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നത്. അടച്ചിരിക്കാൻ ജയറാമേട്ടൻ. അയ്യോ, എനിക്ക് പബ്ലിക്കുമായിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ അത് എന്താ എത്ര ഇതിൽ തുടങ്ങിയതാണ്. എനിക്കൊരു 18 വയസ്സുള്ളപ്പോൾ തൊട്ട് മിമിക്രിയുമായിട്ട് നടക്കുന്നതല്ലേ, അന്നുമായിട്ട് അമ്പലപ്പറമ്പുമായിട്ട് അന്നുള്ള ബന്ധമല്ലേ. അതിനുശേഷം കലാഭവനിൽ വന്ന ശേഷവും എത്ര ആയിരക്കണക്കിന് വേദികളിൽ പോകുന്ന എല്ലാം പബ്ലിക്കുമായിട്ടല്ലേ. അതിനുശേഷം ഈ ചെണ്ടകൊട്ടാൻ പോയാലും ഈ ഉത്സവ പറമ്പുകളിൽ നിൽക്കുന്ന ഈ 1000-10,000 കണക്കിന് ആൾക്കാർ കൈ പൊക്കി ആരവം കാണുമ്പോഴല്ലേ നമുക്ക് ഒന്നുകൂടി കൊട്ടി പെരുകി കയറാൻ തോന്നുന്നു. അപ്പൊ അതിങ്ങനെ മാറി മാറി ഡിറ്റാച്ച് ആയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഒത്തിരി നായികമാരോട് അഭിനയിച്ചു, ഒത്തിരി നായികമാരോട്. എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സിനിമയും ഒരു നായികയുടെ പേര് പറഞ്ഞ ആര് പറയും? എനിക്ക് തോന്നുന്നു എന്നും ഓർത്തിരിക്കാവുന്ന സിനിമ ഒരുപാടുണ്ട്. എന്നും കൂടെ അഭിനയിച്ച നായികകളിൽ ഒരാള് അത് തന്നെയാണ് എൻ്റെ വീട്ടിലുള്ള നായിക. കൃത്യ മറുപടിയാണ്. ഇനി നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വലിയൊരു ഇന്റർവ്യൂ ഓസ്ലറിന്റെ ഒരു 25-ാം നാളോ 50-ാം നാളോ ആഘോഷിക്കുന്ന വേളയിൽ അലിയുമായിട്ടൊരു ശക്തമായിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അത് ആ ഉറപ്പനും കിട്ടേ. നമ്മൾ ഒന്നും ചോദിച്ചില്ല, സിനിമ വിട്ട് എങ്ങോട്ടും എങ്ങോട്ടും പോയിട്ടില്ല. പക്ഷെ ഈ സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഇനി പറഞ്ഞ 25-100 ദിവസങ്ങൾ ആഘോഷിക്കാനുള്ള OTT ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ 50-ാം ദിവസമൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് പോകാൻ ജയറാമേട്ടൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഞാനും പോയിരിക്കുന്നത്. സന്തോഷം. താങ്ക് യു അലി. താങ്ക് യു. ബൈ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.